ഹലോ ഗൈസ്, വെൽക്കം ടു ദ എൻഗേജ്മെന്റ് വ്ളോഗ്. ആരുടെയാണെന്നല്ലേ, എൻ്റെ ഈ സോഷ്യൽ വർക്കർ ജേണി അത്ര ഈസി ടാസ്ക് അല്ലായിരുന്നു. മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വന്ന് കോഴ്സ് കംപ്ലീറ്റ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവളാണ്. ഇതാണ് അരുണിമ. നാളെ ഇവളുടെ എൻഗേജ്മെന്റ് ആണ്. അത് കൂടാനാണ് തലേന്ന് രാവിലെ തന്നെ ഞാൻ ചേർത്തലേക്ക് വന്നേക്കുന്നത്. അരുണിമ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും. ഇവളുടെ സോൾ സിസ്റ്റർ ആണ്. കഴിഞ്ഞ 4 വർഷം എൻ്റെ ലൈഫിൽ അരുണിമ ചെയ്ത ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ലായിരുന്നു. മെഹന്തി ഇട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിള്ളേർക്കൊക്കെ ഞാൻ എന്തൊക്കെയോ വരച്ചു കൊടുത്തു. എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് വരച്ചു വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗിയും കോലമൊക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഞാനും ലച്ചു അരുണിമയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ എത്ര നേരത്തെ വെഡിങ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാലും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെഡിങ് ബ്ലൗസ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേഗം തന്നെ തിരിച്ചു വന്നു. രാത്രി 11:45 ആയപ്പോൾ തൃശ്ശൂർ ലയാവുത്തമ്മൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ വരുമ്പോൾ മുടി ഷാമ്പു വാഷ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബ്യൂട്ടി പാർലർ ചേച്ചി പറഞ്ഞേക്കുന്നതുകൊണ്ട് ലൈഫ് ആദ്യമായിട്ട് ഞാൻ തലയൊക്കെ നനച്ച് കുളിച്ചു. ഗൈസ്, കൊള്ളായിരുന്നു. മേക്കപ്പ് എങ്ങനെ ആവുമെന്ന് ഓർത്തായിരുന്നെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ബിക്കോസ് ഐ നോ മൈ ഗേൾ ഈസ് ഓൾവേസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ അവരുടെ ലുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ മേക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതായിരുന്നു എൻ്റെയും ലയയുടെയും ഫൈനൽ ലുക്ക്. അതും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ ആകാശൻ്റെ ഫാമിലിയൊക്കെ തൃശ്ശൂരിന് വന്നു. അവളുടെ സ്റ്റേജിൽ അത്രയും ഭംഗിയായിട്ട് ഫാമിലിയുടെ കൂടെയും ആകാശം നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഐ വിഷ് all the very best for her future life and bye.